ഹായ് ഓൾ, വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. കേട്ടിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഏകദേശം നമുക്കൊരു ടെൻറ്റേറ്റീവ് ആൻസർ കീ ഒക്കെ വെച്ചിട്ട് എല്ലാവരും മാർക്കൊക്കെ കൂട്ടി നോക്കിയിട്ടുണ്ടായിരിക്കും. കുറച്ച് പേരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു വേണ്ട മാർക്കിനേക്കാൾ കൂടുതലായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. ചിലരൊക്കെ ബ്രിമ്മിൽ നിന്നിട്ട് ആകെ ടെൻഷനില്ല. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ബ്രിമ്മിൽ പോയി നിൽക്കില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുമോ, മാർക്ക് കിട്ടുമോ എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ കുറേ പേർക്ക് ആ ഒരു സ്കോറിലോട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ അവസരങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ അവസാന നിമിഷം പഠിക്കാൻ നിൽക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനി നമുക്ക് ഉള്ള സമയം എന്താണ്, ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരട്ടെ പിന്നെ പഠിക്കാം, എപ്പോഴാവോ എക്സാം നടക്കാൻ പോകുന്നത്, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കേണ്ട അല്ലേ. കോവിഡ് ടൈമിലൊക്കെ എക്സാംസ് ഒക്കെ ഒരുപാട് ലാഗായി നടന്നെങ്കിലും പിന്നീട് ഇപ്പോൾ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന രീതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പം മാർക്ക് കൂട്ടിയപ്പം നിങ്ങൾക്ക് ഓക്കെ അല്ല, കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. ഇപ്പം നമുക്ക് ഈ സൈക്കോളജി പോലെ ഏരിയയൊക്കെ പിന്നീടുള്ള എക്സാംസിനാണെങ്കിൽ പോലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം സീറ്ററ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർ കാണും. അപ്പോൾ ഇനി സീറ്ററ്റും കൂടെ എഴുതിയെടുക്കാനായിട്ട് ഇനി കുറച്ച് ദിവസമല്ലേ, നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 weeks ആണ് നമുക്കിനി അത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാലും സീറ്ററ്റും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കഴിയുന്ന പരീക്ഷ തന്നെയാണ്. സീറ്ററ്റ് പേപ്പർ 1ൻ്റെ കോച്ചിങ് നമ്മുടെ iPlusൽ അവൈലബിൾ ആണ്. 2ൻ്റെ കോച്ചിങ് നമ്മൾ വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ട് കിട്ടി, ഇനി സീറ്ററ്റ് എഴുതാൻ പോകണം അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കേണ്ട. എപ്പോഴും നമുക്കൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആരും നിരാശപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട, പുതിയ വർഷമാണ്. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി ഇനിയുള്ള എക്സാംസ് എല്ലാം എഴുതിയെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്